ഹായ് സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിലെ വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന പാഠഭാഗം നിങ്ങൾക്ക് വ്യത്യസ്തകരമായ ഒരു അനുഭവമാണല്ലേ സമ്മാനിച്ചത്. നമുക്ക് ഏറെക്കുറെ അറിയുന്ന കാര്യങ്ങൾ അതിലുണ്ട്. നമ്മുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കൃഷിയെ പ്രതിപാദിപ്പിക്കുന്ന ഒരു പാഠഭാഗം കൂടിയാണ് എന്ന് തന്നെയാണ് അതിന്റെ പ്രത്യേകത അല്ലെ. അപ്പൊ എല്ലാരും കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എന്നാൽ പറയൂ, എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യ ദൗർലഭ്യം, അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ നമുക്ക് എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്? നമ്മുടെ പദസൂര്യനൊക്കെ വരച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ? അതെ, വിളനഷ്ടം, ഇടനിലക്കാരുടെ ചൂഷണം, സ്ഥലപരിമിതി, കാലാവസ്ഥാ മാറ്റം, ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും അല്ലെ. വെരി ഗുഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, കാർഷിക മേഖലയിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി ഒരു വാക്യത്തിനാണ് പറഞ്ഞു നിർത്തിയത്. ഈ പ്രശ്നങ്ങൾ അഥവാ ഈ പ്രതിസന്ധികൾ നേരിടാൻ നാം എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്, ഓർക്കുന്നില്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് പറയൂ, എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധികളെ അഥവാ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുക? നമുക്കറിയാമേ, ഏതൊരു പ്രശ്നം നമ്മൾ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോ എങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും? മിടുക്ക്, കൃഷിയെ ശാസ്ത്രീയമായി സമീപിക്കുകയാണെങ്കിൽ അല്ലെ, അതന്നെയാണ് കറക്റ്റ് ഉത്തരം. കൃഷിയെ ശാസ്ത്രീയമായി സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ സാധിക്കും അല്ലെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ ഈ കൃഷിയിൽ ഏറ്റവും പ്രധാന അടിസ്ഥാന ഘടകം ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് പറയൂ. ഇതില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനേ പറ്റില്ല. അപ്പൊ ഏതായിരിക്കും? വെരി ഗുഡ്, ഏതാണ്? മണ്ണ് അല്ലെ. അപ്പോ ഇത് നമ്മൾ ഏതിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്? അതെ, മണ്ണ്. അപ്പോ എല്ലാവരും ശാസ്ത്ര ബുക്ക്, പേന എല്ലാം എടുത്തിരിക്കുക. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം അല്ലെ. അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം മണ്ണ്. അപ്പൊ ടീച്ചർ നിങ്ങൾക്കൊരു പ്രവർത്തനം തരികയാണ് കേട്ടോ. നമ്മൾ മണ്ണിനെ കുറിച്ചാണ് പഠിക്കാൻ പോണതെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുൻപ് നിങ്ങൾക്ക് മണ്ണിനെ കുറിച്ച് എന്തെല്ലാം അറിയാം എന്ന് ടീച്ചർ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ടീച്ചർ നിങ്ങൾക്ക് ഒരു 4 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ചോദ്യം 1, മണ്ണിൽ ഏതൊക്കെ ഘടകങ്ങളുണ്ട്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എത്ര തരം മണ്ണുകളാണ് കേരളത്തിൽ കാണുന്നത്? ഓക്കെ, സംശയമില്ലല്ലോ. മൂന്നാമത്തെ ചോദ്യം, മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് തരത്തിലുള്ള വളമാണ് നാം മണ്ണിലേക്ക് കൊടുക്കേണ്ടത്? ഇവ 4 ചോദ്യം നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ആരോടും ചോദിക്കാതെ, വീട്ടുകാരെ ആരോടും ചോദിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ജസ്റ്റ് ഒരു വിവരണക്കുറിപ്പായിട്ട് എഴുതി നോക്കൂ. ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ജസ്റ്റ് ഒന്ന് വിവരണക്കുറിപ്പായിട്ട് എഴുതി നോക്കൂ. അപ്പൊ എല്ലാവരും ഉത്തരം എഴുതിയോ? എഴുതി അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഉത്തരമൊക്കെ അറിയാം അല്ലെ. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ എന്താണ്, നിങ്ങൾ എഴുതിയതുമായിട്ട് തന്നെയാണോ ഉത്തരം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ടീച്ചർ പറഞ്ഞേ? ആദ്യത്തെ ചോദ്യം പറഞ്ഞത് മണ്ണിൽ ഏതൊക്കെ ഘടകങ്ങളുണ്ട് അല്ലെ, അതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഒരു ചെടി വളരുന്നത് മണ്ണിലാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ ഈ മണ്ണിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ജലമുണ്ട്, വളം അല്ലെ, ഫെർട്ടിലൈസർ ഉണ്ട്. ഇവയുടെ സഹായം കൊണ്ടാണ് ചെടി വളരുന്നത്. അപ്പൊ ഈ ചെടി അഥവാ സസ്യം മണ്ണിലുള്ള ജലാംശവും അതുപോലെ തന്നെ പോഷക ഘടകങ്ങൾ അല്ലെ, നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയും, ഇവയെല്ലാം വേരിന്റെ സഹായത്തോടെ അല്ലെ, വേരിലൂടെ വലിച്ചെടുത്താണ് ഈ സസ്യങ്ങൾ വളരുന്നത്. അപ്പൊ ഈ പോഷക ഘടകങ്ങൾ ഇവയാണ് നാം മൂലകങ്ങൾ എന്ന് പറയുന്നത്, അതായത് എലമെന്റ്സ് എന്നാണ് പറയുക. എന്താ പറഞ്ഞത്? മൂലകങ്ങൾ അല്ലെ. അപ്പോ
പോഷക ഘടകങ്ങളാണ് അല്ലെ, മണ്ണിലുള്ള പോഷക ഘടകങ്ങളെയാണ് നാം മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം 20ഓളം മൂലകങ്ങളാണ് മണ്ണിൽ കാണപ്പെടുന്നത്. ഈ മൂലകങ്ങൾ തന്നെ 2 വിധത്തിലുണ്ട്. അതായത് ആവശ്യമുള്ള മൂലകങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത മൂലകങ്ങളുണ്ട്. ഈ 20ഓളം മൂലകങ്ങളിൽ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളും ഉണ്ട്, ആവശ്യമില്ലാത്ത മൂലകങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മൂലകങ്ങളെ നാം അവശ്യ മൂലകങ്ങൾ അഥവാ എസെൻഷ്യൽ എലമെന്റ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്? എസെൻഷ്യൽ എലമെന്റ്സ് അഥവാ അവശ്യ മൂലകങ്ങൾ. ഓക്കെ, ഇതിൽ വരുന്നതാണ് അവശ്യ മൂലകങ്ങൾ. എന്താ അവശ്യ മൂലകങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞത്? സസ്യത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള അല്ലെ, ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെയാണ് നാം അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആവശ്യമില്ലാത്ത മൂലകങ്ങൾ അഥവാ ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ അവശ്യ മൂലകങ്ങൾ തന്നെ 2ആയി വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അതായത് മൈക്രോ എലമെന്റ്സ് അഥവാ മൈക്രോ മൂലകങ്ങൾ എന്നും മാക്രോ എലമെന്റ്സ് അഥവാ മാക്രോ മൂലകങ്ങൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അവശ്യ മൂലകങ്ങളെ നാം 2ആയി വീണ്ടും തരംതിരിക്കുന്നു. ഏതൊക്കെയാ പറഞ്ഞത്? മൈക്രോ ഉണ്ട്, മൈക്രോ ആവശ്യ മൂലകങ്ങളുണ്ട്, മാക്രോ ആവശ്യ മൂലകങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവശ്യ മൂലകങ്ങളെ 2ആയി തരംതിരിക്കുന്നു, മൈക്രോ അവശ്യ മൂലകങ്ങളും മാക്രോ അവശ്യ മൂലകങ്ങളും. അപ്പൊ ഇനി ഏതൊക്കെയാണ് മൈക്രോ അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്? അതായത് അധികം ആവശ്യമില്ലാത്ത അല്ലെ, അതിനെ നമ്മൾ മൈക്രോ എന്ന് പറയും. അതായത് കുറച്ച് മതി സസ്യങ്ങൾക്ക്, ഒരുപാട് അളവിൽ വേണ്ട, കുറച്ച് അളവിൽ മാത്രം വേണ്ടപ്പെട്ട മൂലകങ്ങളെയാണ് മൈക്രോ. നമുക്കറിയാം മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്, മാക്രോ എന്ന് പറഞ്ഞാൽ വലുത് അല്ലെ. അപ്പൊ മൈക്രോ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ സസ്യങ്ങൾക്ക് കുറഞ്ഞ അളവിൽ വേണ്ട മൂലകങ്ങളെയാണ് മൈക്രോ അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം നമുക്ക് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, സിമ്പിൾ ഒക്കെ വെച്ചിട്ട്. ഏതൊക്കെയാ വരിക? മാംഗനീസ് ഉണ്ട്, സിങ്ക് ഉണ്ട്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബോറോൺ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മൈക്രോ എലമെന്റ്സ് അഥവാ മൈക്രോ അവശ്യ മൂലകങ്ങളിലെ ഉദാഹരണമാണ്. മാക്രോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് എന്താണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കൂടുതൽ അളവിൽ വേണ്ട ഒരു മൂലകങ്ങൾ അല്ലെ, അവയാണ് മാക്രോ മൂലകങ്ങൾ എന്ന് പറയുന്നത് അഥവാ മാക്രോ അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഉദാഹരണം എന്തായിരിക്കും നമുക്കറിയാം? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, പിന്നെ പൊട്ടാഷ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, ഇവയെല്ലാം ഏതാണ്? മാക്രോ മൂലകങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം നൈട്രജൻ വേണം, ഹൈഡ്രജൻ വേണം, കാർബൺ വേണം, ഓക്സിജൻ വേണം, ഫോസ്ഫറസ് വേണം, ഇങ്ങനെ കുറെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് മൈക്രോയിന്റെയും മാക്രോ മൂലകങ്ങളുടെയും ഉദാഹരണങ്ങൾ. അപ്പൊ ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മള് മണ്ണിന്റെ ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. മൂലകങ്ങൾ അഥവാ എലമെന്റ്സ് ഉണ്ട് അഥവാ ന്യൂട്രിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അവ എസെൻഷ്യൽ ഉണ്ട്, നോൺ എസെൻഷ്യൽ ഉണ്ട്. അതായത് ആവശ്യ മൂലകങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത മൂലകങ്ങളുണ്ട്. ഈ അവശ്യ മൂലകങ്ങളെ തന്നെ നമ്മൾ 2ആയി തരംതിരിച്ചു പറഞ്ഞിരുന്നു അല്ലെ. ഏതൊക്കെയാ പറഞ്ഞേ? മാക്രോയും മൈക്രോയും പറഞ്ഞു. അവയുടെ ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി അല്ലെ. ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താ 2ാമത്തെ ചോദ്യം പറഞ്ഞത്? കേരളത്തിൽ എത്ര തരം മണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അല്ലെ. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ്? അതെ, ചെമ്മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ്, എക്കൽ മണ്ണ്, ഇങ്ങനെ പലതരം മണ്ണുകൾ ഉണ്ട് അല്ലെ. എന്നിട്ട് ടീച്ചർ കാര്യം ചോദിക്കട്ടെ, നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ ഈ പോഷക ഘടകങ്ങൾ എല്ലാ മണ്ണിലും ഒരുപോലെ ആയിരിക്കും കാണുക? അല്ല അല്ലെ. ഓരോ മണ്ണിലും പോഷക ഘടകങ്ങളുടെ അളവ് തികച്ചു വ്യത്യസ്തകരമാണ് അല്ലെ. നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു മണ്ണില് എല്ലാത്തിലും ഒരുപോലെയാണ് അല്ലെ. അത് വ്യത്യസ്തമായി തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഏതെല്ലാം മണ്ണാണ് കേരളത്തിൽ കൂടുതലായിട്ടും കാണുന്നത് എന്ന് പറഞ്ഞു അല്ലെ. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കും നമ്മളിപ്പോ ചർച്ച ചെയ്ത മണ്ണുകളെ കുറിച്ച് അല്ലെ. ചെമ്മണ്ണുണ്ട്, കരിമണ്ണുണ്ട്, എക്കൽ മണ്ണുണ്ട്, കളിമണ്ണുണ്ട്, അങ്ങനെ കുറെ പലതരം മണ്ണുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ സ്ക്രീനിൽ. ഓക്കെ, അപ്പോ
ചോദ്യം പറഞ്ഞത്? മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്ത് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ? ഉദാഹരണത്തിന് ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞു എല്ലാ മണ്ണിലും എല്ലാ പോഷകങ്ങൾ ഉണ്ടായിന്ന് വരില്ല എന്ന് പറഞ്ഞു അല്ലെ. പോഷക ഘടകങ്ങൾ നമുക്ക് ഒരിക്കലും ഒരേ തരത്തിൽ എല്ലാ മണ്ണിലും കാണാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ചില ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ അളിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ കൂടുതലായിട്ട് മഞ്ഞ കളറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതായത് അതിന്റെ കാലാവധി തീർന്നത് കൊണ്ടായിരിക്കില്ല, നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു ചെടിയാവും. എന്നാൽ ചില ഇലകൾ അല്ലെ അതിലെന്താണ് മഞ്ഞളിച്ച് ഒരു മഞ്ഞ കളറായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടായിരിക്കണം? അതെ, മണ്ണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ. അപ്പൊ അതന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ചോദ്യം. മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മണ്ണിന്റെ അവസ്ഥ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ഇപ്പൊ ഒരു മനുഷ്യന് കൊറോണ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ടെസ്റ്റ് ചെയ്യുക അല്ലെ. അതന്നെയാണ് നമ്മുടെ മണ്ണിന്റെ അവസ്ഥ. മണ്ണിനെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് മണ്ണിന്റെ അവസ്ഥയെ കുറിച്ച് അറിയുള്ളൂ അല്ലെ. അപ്പോ എന്തിനാണ് നാം മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മണ്ണ് പരിശോധനയുടെ ആവശ്യകത എന്താണ്? മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം മണ്ണ് പരിശോധന ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ മൂലകങ്ങൾ ഉണ്ടോ ഇല്ലയോ, അതായത് ഏതൊക്കെ മൂലകങ്ങൾ ഉണ്ട് ഏതൊക്കെ മൂലകങ്ങൾ ഇല്ല എന്നറിയുവാൻ വേണ്ടിയും, അതുപോലെ തന്നെ മണ്ണിന്റെ pH അറിയാൻ. നിങ്ങൾക്ക് pH എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയണം അല്ലെ. എന്താണ്? അതെ അതന്നെ. എന്താ? അമ്ല സ്വഭാവമാണോ, അതായത് അസിഡിക് നേച്ചർ ആണോ, ക്ഷാര സ്വഭാവമാണോ, അതായത് ആൽക്കലൈൻ നേച്ചർ ആണോ? അപ്പോ മണ്ണിന്റെ pH എന്ന് പറയുന്നത് ഏകദേശം 6 to 7 അല്ലെ. 6 to 7 ആണ് മണ്ണിന്റെ pH എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം ഒരു pH സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ 0 തൊട്ട് 7 ഉണ്ട്, 7 തൊട്ട് 14 ഉണ്ട്. ഇതാണ് നമ്മുടെ pH സ്കെയിൽ. ഈ pH സ്കെയിലിന്റെ ഈ 7 ആണ് ന്യൂട്രൽ. ഓക്കെ, ഈ 7ന്റെ മുൻപിലാണെങ്കിൽ അത് അമ്ല സ്വഭാവമായിരിക്കും കാണിക്കുക, അതായത് അസിഡിക് നേച്ചർ ആയിരിക്കും കാണിക്കുക. 7ന്റെ മേലെയാണെങ്കിൽ, അതായത് 7 to 14 ആണെങ്കിൽ അത് ക്ഷാര സ്വഭാവം അഥവാ ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോ മണ്ണിന്റെ pH എന്ന് പറയുന്നത് 6 to 7 ആണ്. അപ്പോ നമ്മുടെ കർഷകര് ഈ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുമ്മായം, ചാരം എന്നിവയൊക്കെ ചേർക്കാറുണ്ട് മണ്ണില്. അപ്പോ ഇവ ചേർക്കുന്നത് മൂലം നമുക്ക് 6 to 7 വരെ ഉള്ളില് നമുക്ക് മണ്ണിന്റെ pH നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഈ കർഷകരെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പോ ഒരു മണ്ണിന്റെ pH അസിഡിക് ആവാനും പാടില്ല, അതായത് അമ്ല സ്വഭാവം ആവാനും പാടില്ല, ആൽക്കലൈൻ ആവാനും പാടില്ല, അതായത് ആൽക്കലൈൻ നേച്ചർ അല്ലെ, ഏതാണ് ക്ഷാര സ്വഭാവം ആവാനും പാടില്ല. ഇവ രണ്ടിന്റെയും ഇടയിലായിട്ട് വേണം നിൽക്കാൻ. ഇനി ക്ഷാര സ്വഭാവമാണ് കൂടുതലുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സൾഫർ ഒക്കെ ആഡ് ചെയ്തിട്ട് ക്ഷാര സ്വഭാവം കുറയ്ക്കാൻ നോക്കും. അതുപോലെ തന്നെ അസിഡിക് നേച്ചർ ആണ് അല്ലെങ്കിൽ അമ്ല സ്വഭാവത്തിലേക്കാണ് കൂടുതൽ ചെടി പോവാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ആ ചെടി വളരില്ല അല്ലെ, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ, അതിൻ്റെതായിട്ടുള്ള മണ്ണിന് അതിൻ്റെതായിട്ടുള്ള pH വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കുമ്മായം, ചാരം ഇങ്ങനെയുള്ള ചില പൊടി കൈകളൊക്കെ നമ്മുടെ കർഷകര് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മണ്ണിലെ pH എത്രയുണ്ടെന്ന് അറിയുവാൻ വേണ്ടിയും പോഷക ഘടകങ്ങൾ, അതായത് ഏതൊക്കെ മൂലകങ്ങളുണ്ട് ഏതൊക്കെ മൂലകങ്ങളാണ് കുറവ് എന്നറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് പരിശോധന നടത്തുന്നത്. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു ഇല പഴുത്ത് ഒരു മഞ്ഞ കളറിലായിട്ടുള്ളതൊക്കെ കാണാന്ന് പറഞ്ഞു അല്ലെ. അത് എന്തുകൊണ്ടായിരിക്കും? ചില മൂലകങ്ങളുടെ കുറവിന്റെ ഒരു സൂചനയാണ് അത് കാണിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ മണ്ണ് പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന മൂലകമാണ് മണ്ണിൽ കുറവ് എന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ എന്താ, ആ ഒരു
നമ്മൾ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ മണ്ണിൽ ചേർക്കുന്നു. അങ്ങനെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഏത് ചോദ്യം ബാക്കിയുള്ളത്? നാലാമത്തെ ചോദ്യം അല്ലെ? അതായത് മണ്ണിന് നാം ഏത് വളമാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന നാലാമത്തെ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അതിനു മുൻപായി നമുക്ക് മണ്ണിന്റെ ഫലപുഷ്ടിയെ കുറിച്ച് അറിഞ്ഞു നോക്കാം അല്ലെ? മണ്ണിന്റെ ഫലപുഷ്ടി എങ്ങനെയാണ്, എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് മണ്ണിന്റെ ഫലപുഷ്ടി അല്ലെ, സോയിൽ ഫെർട്ടിലിറ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഈ പോഷക ഘടകങ്ങൾ അഥവാ എലമെന്റ്സ് വളരെയധികം ആവശ്യമാണ് എന്ന് പറഞ്ഞു അല്ലെ സസ്യത്തിന്റെ വളർച്ചയ്ക്ക്. ഈ പോഷകങ്ങൾ, അതായത് ഈ എലമെന്റ്സ് അല്ലെങ്കിൽ ഈ മൂലകങ്ങൾ മണ്ണിലില്ലെങ്കിലും പ്രകൃതിദത്തമായി മണ്ണിലേക്ക് എത്തിച്ചേരും. എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളായി ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ എങ്ങനെയോ പ്രകൃതിദത്തമായി മണ്ണിലേക്ക് ഈ മൂലകങ്ങൾ അഥവാ ഈ പോഷക ഘടകങ്ങളൊക്കെ എത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കും? നിങ്ങൾ വിഘാടകർ അതായത് ഡീകമ്പോസേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് ചെയ്യുന്നത്? അതെ, മണ്ണിലുള്ള ഘടകങ്ങളെ അവര് വിഘടിപ്പിച്ച് നല്ല മണ്ണ് ഫലപുഷ്ടിയാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം എങ്ങനെയാ? പ്രകൃതിദത്തമായിട്ട് വന്ന് ചേരുന്നതാണ് അല്ലെ? നമ്മളായിട്ട് ചെയ്യുന്നതാണോ? അല്ല. അപ്പോ ഇതുപോലെ തന്നെ മറ്റ് സൂക്ഷ്മ ജീവികളും കൂടെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണം മണ്ണിര, നിങ്ങൾക്കറിയാം അല്ലെ? കർഷകന്റെ ആത്മസുഹൃത്ത് എന്നറിയപ്പെടുന്ന മണ്ണിര. മണ്ണിര എവിടെയുണ്ടോ ആ മണ്ണ് വളരെയധികം ഫലപുഷ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും, മണ്ണിന്റെ പുറ്റുകൾ ഉണ്ടാവും അല്ലെ? മൺപുറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? ഈ മണ്ണിര പ്രസൻസ് അല്ലെ, മണ്ണിരയുടെ പ്രസൻസ് കൊണ്ട്, മണ്ണിരയുടെ സാന്നിധ്യം ഉള്ളവിടെയാണ് നമുക്ക് മൺപുറ്റുകൾ കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോ ഇവയെല്ലാം എന്താണ്? ഫലപുഷ്ടി, നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടിക്ക് സഹായിക്കുക തന്നെയാണ്. ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതായത് സൂക്ഷ്മ ജീവികളുടെ, മൈക്രോ ഓർഗാനിസംസിന്റെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. അപ്പോ നിങ്ങൾക്ക് അത് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെന്താണ് ഈ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മണ്ണിൽ എന്താണ് അവരുടെ റോൾ അല്ലെങ്കിൽ പങ്ക് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കും. പറ്റുമെങ്കിൽ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു കുറിപ്പ് എഴുതി നോക്കൂ. എല്ലാരും ചിത്രം നിരീക്ഷിച്ചു അല്ലെ? ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? അതിനെ ചിലത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ കണ്ട ചിത്രം എന്തിന്റെയായിരുന്നു? റൈസോബിയം അല്ലെ? റൈസോബിയം എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ ജീവിയാണ് അല്ലെങ്കിൽ ഒരു മൈക്രോബിന്റെയാണ് നിങ്ങൾ കണ്ടത് ആദ്യത്തെ ചിത്രത്തിൽ. അതിനു മുമ്പ് ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ. ഒരു വിള കഴിഞ്ഞാൽ നിങ്ങൾ ഈ കർഷകര് പയറ് കൃഷി ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതോ ഒരു വിള ആദ്യം അവർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? പയറ് കൃഷി ചെയ്യും. അതെന്തിനായിരിക്കും? ഈ പയറ് കൃഷി എന്ന് പറയുന്നത്, ഈ പയറിന്റെ വേരില് നമുക്ക്, പയറ് ചെടിയുടെ വേരില് കുറച്ച് മുഴകൾ നമുക്ക് കാണാൻ കഴിയും. അതിന് നൊഡ്യൂൾസ് എന്നാണ് പറയുന്നത്. ഈ നൊഡ്യൂൾസില് ഈ റൈസോബിയം എന്ന് പറയുന്ന ഈ സൂക്ഷ്മജീവിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഈ സൂക്ഷ്മജീവി എങ്ങനെയാണ് നമ്മുടെ ഈ ചെടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അന്തരീക്ഷത്തില് നൈട്രജൻ, നമ്മൾ പറഞ്ഞു നൈട്രജൻ അവശ്യമൂലകങ്ങളിൽ തന്നെ മാക്രോ മൂലകങ്ങളാണെന്ന് പറഞ്ഞില്ല. അതായത് സസ്യങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ അളവിൽ വേണ്ട ഒരു മൂലകമാണ് നൈട്രജൻ. അപ്പോ ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് ഫോമിലാണ് അല്ലെ? ഗേഷ്യസ് സ്റ്റേറ്റിലായിരുന്നു. അപ്പൊ ഈ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള നൈട്രജനെ ഒരിക്കലും ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ സാധിക്കില്ല അല്ലെ? അപ്പോ ഈ റൈസോബിയം എന്ന് പറയുന്ന ഈ മൈക്രോബായിരിക്കും അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ചെടുത്ത്, അതായത് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, നൈട്രജൻ ഫിക്സേഷനിലുള്ള ഒരു ബാക്ടീരിയ ആണിത്. ഓക്കെ, അപ്പൊ ഈ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ
നോഡ്യൂൾസിലുള്ള ഈ റൈസോബിയം സഹായിക്കുന്നത്. അപ്പോൾ ഇവ മൂലം എന്താണ്, ചെടികൾക്ക് നൈട്രജൻ ലഭിച്ച് നല്ല രീതിയിൽ തന്നെ ചെടി വളരാൻ ഈ റൈസോബിയം എന്ന് പറഞ്ഞ ഈ സൂക്ഷ്മജീവി സഹായിക്കുന്നു. രണ്ടാമത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിച്ചത് ഏതാണ്? നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. ഏതാത്? സൂക്ഷ്മജീവി എന്ന് പറയാൻ പറ്റില്ല, നമുക്കറിയാം, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന സാധനം തന്നെയാണ് മണ്ണിര അല്ലെ. കർഷകരുടെ ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ആത്മമിത്രം എന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട് അല്ലെ. അതിനെ ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് പറയുന്ന മണ്ണിര, അതാണ് രണ്ടാമത്തെ ചിത്രം. എങ്ങനെയാണ് ഈ ആത്മസുഹൃത്തായ ഈ മണ്ണിര ഈ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതന്നെ, എന്താ അത്? മണ്ണിരയുടെ ദഹന ഫലമായി ഉണ്ടാകുന്ന മൺകുറ്റുകൾ അഥവാ മൺകൂനുകൾ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോ ആ ഒരു മൺകൂനുകളുടെ സാന്നിധ്യം കൊണ്ട് അത് വളരെയധികം പോഷക സമ്പന്നമായ ഒരു സംഭവമാണ്. എവിടെ മണ്ണിരയുണ്ടോ അവിടെ മണ്ണ് നല്ല ഫലപുഷ്ടിയുള്ളതാണെന്ന് ചുരുക്കം. മണ്ണിര എത്രത്തോളം നമ്മുടെ കൃഷിയിടത്തിലുണ്ടോ അത്രത്തോളം മണ്ണ് ഫലപുഷ്ടിതയേറിയതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്? നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ സ്ഥലത്തും അല്ലെ ചുമരില് അല്ലെങ്കിൽ വാതിലുകളില് മരങ്ങളിലൊക്കെ കാണുന്ന സാധാരണ നമ്മൾ വിളിക്കുന്ന ചിതൽ അഥവാ ടെർമൈറ്റ് ക്വീൻ എന്ന് പറയും. ഓക്കെ, ഈ ചിതലുകളും നമ്മുടെ ഈ മണ്ണിരയുടെ അതേ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം. നാലാമത്തെ ഏതാ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ഇല്ല അല്ലെ. അതാണ് ജലസസ്യം അഥവാ ജലസസ്യമായ അസോള എന്ന് പറയുന്നത്. ഈ അസോളയും നമ്മുടെ റൈസോബിയം ചെയ്യുന്ന അതേ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് സസ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ കൂടുതൽ ഫലപുഷ്ടി എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് നമ്മൾ നോക്കുക. അതായത് ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് അല്ലെ, റൈസോബിയം ഉണ്ട്, നമ്മുടെ മണ്ണിരയുണ്ട്, ചിതലുണ്ട്, അതുപോലെ തന്നെ അസോള എന്ന് പറയുന്ന ജലസസ്യം അല്ലെ, ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മണ്ണ് ഫലപുഷ്ടി ഏറിയതാവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സസ്യ വളർച്ച നന്നായി നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചിതല്, മണ്ണിര, റൈസോബിയം, അതുപോലെ തന്നെ ജലസസ്യമായ അസോള, പിന്നെ നമ്മൾ ഏറ്റവും മുൻപ് പറഞ്ഞ വിഘാടകർ അല്ലെ, ഡീകമ്പോസേഴ്സ്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? മണ്ണിന്റെ ഘടന നിലനിർത്തുവാനും അതുപോലെ തന്നെ മണ്ണിന്റെ ഈർപ്പം, അതായത് എന്നും ജലാംശത്തോടെ മണ്ണ് വെക്കുവാനും അത് സഹായിക്കുന്നത്. അതായത് ജലാംശത്തെ പിടിച്ചു നിർത്തുവാനും അതുപോലെ തന്നെ മണ്ണിന്റെ ഘടന അതുപോലെ തന്നെ നിലനിർത്താനും അത് സഹായിക്കുന്നുണ്ട്. ഇതാണ് ഇവർ ഈ ഒരു മണ്ണിൽ ഉണ്ടെങ്കിലുള്ള ഏറ്റവും വലിയ ഗുണങ്ങൾ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പോ ഈ നാം പറഞ്ഞ ഈ സൂക്ഷ്മ ജീവികൾ ഒന്നും മണ്ണിലില്ലെങ്കിൽ നമ്മൾ ഈ ഫലപുഷ്ടിക്ക് ഈ മണ്ണിന്റെ ഫലപുഷ്ടിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായും വളം നമ്മൾ കൊടുക്കണം അല്ലെ. അതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. അതായത് എന്താ പറഞ്ഞത്? ഏത് വളമാണ് മണ്ണിന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഏതൊക്കെ വളം അറിയാം? ഏതൊക്കെ തരത്തിലുള്ള വളങ്ങൾക്ക് നമുക്ക് പരിചയമുണ്ട്? അതെ, ജൈവവളം, രാസവളം, പിന്നെ പച്ചില വളം അല്ലെ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് വളങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ 3 തരം വളങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ജൈവവളമുണ്ട്, പിന്നെ രാസവളമുണ്ട്, പിന്നെ ഏത് തരം വളം ഉള്ളത്? പച്ചയില വളം അല്ലെ. പച്ചയില വളവുമുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ജൈവവളവും രാസവളവും പച്ചയില വളത്തിന്റെയൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട് അല്ലെ. ഓരോത്തിനും ഗുണദോഷങ്ങളുണ്ട്. അപ്പൊ വളം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലായി? ഈ സൂക്ഷ്മ ജീവികൾ ഇല്ലെങ്കിൽ അഥവാ ഈ മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സോയിലിൽ ഇല്ലെങ്കിൽ, ഈ മണ്ണിൽ ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഈ വളം സപ്ലൈ ചെയ്തേ മതിയാകൂ അല്ലെ. ഈ വളം കൊടുത്തേ മതിയാകൂ. അപ്പൊ പ്രധാനമായും ഉള്ള 3 വളങ്ങളാണ് ജൈവവളം, രാസവളം, പച്ചില വളം. നമുക്കറിയാം ഈ ജൈവവളത്തിന്റെ പ്രത്യേകത അല്ലെ. എന്താണ് ജൈവവളത്തിന്റെ പ്രത്യേകത? അതെ, ജൈവവളം എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വളമാണ് അല്ലെ. അതെന്താ? ഒരിക്കലും നമ്മുടെ
ആരോഗ്യത്തെ അത് ബാധിക്കുന്നില്ല അല്ലെ. ജൈവവളം നമ്മള് മണ്ണിലേക്ക് കൊടുത്താലും അതൊന്ന് പിടിച്ചു പറ്റാൻ ടൈം എടുക്കും അല്ലെ, സമയമെടുക്കും. എന്നാൽ സമയമെടുത്താൽ പോലും എന്താ, ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ചെടികൾക്ക് തന്നെ യാതൊരു തരത്തിലും അത് ഹാനികരം ചെയ്യില്ല. ഓക്കെ, അതാണ് ജൈവവളത്തിന്റെ പ്രത്യേകത. രാസവളത്തെ കുറിച്ച് അതിനേക്കാൾ നന്നായിട്ട് അറിയാം. എന്താ രാസവളത്തിന്റെ പ്രത്യേകത? നമ്മളെ ജൈവവളം എല്ലാം പിടിക്കുള്ളൂ പറഞ്ഞു അല്ലെ. എന്നാൽ രാസവളം ആയിക്കോട്ടെ പെട്ടെന്ന് പിടിക്കും, എന്നാൽ അത്രയും ദോഷവുമാണ് അല്ലെ. രാസവളം എന്ന് പറയുമ്പോൾ ഈ ചെടികൾക്കും ദോഷമാണ്, മണ്ണിനും ദോഷമാണ്. എന്താണ് മണ്ണിന് ദോഷമാണെന്ന് പറയാൻ കാരണം? മണ്ണില് ഓൾറെഡി നമ്മുടെ കുറച്ച് സൂക്ഷ്മ ജീവികൾ, അതായത് നല്ല നമ്മുടെ ഈ കൃഷിക്ക് സഹായിക്കുന്ന ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ ഉണ്ടെങ്കിൽ, അഥവാ ഏതെങ്കിലും ഒരു ജീവികൾ അല്ലെങ്കിൽ വിഘാടകരായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ കൃഷിയെ സഹായിക്കുന്നതാണ്. അവയുടെ നാശത്തിന് കാരണമാകും ഈ രാസവളം. അപ്പോ രാസവളം എന്ന് പറയുമ്പോൾ രാസവളത്തിന്റെ ഇഫക്റ്റ് മാത്രമേ കിട്ടുള്ളൂ, കൂടെ ഈ മണ്ണിലുള്ള ജീവികളെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ, ഓർഗാനിക് എന്ന് പറയുന്നത് അല്ലെ, അതായത് ജൈവത്തിന്റെ ഒരു അംശം പോലും ഈ രാസവളത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായും കെമിക്കൽ ആണ്, കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. അപ്പൊ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആദ്യം ജൈവവളം പറഞ്ഞു അല്ലെ, ഏതാത് ഓർഗാനിക് ഫെർട്ടിലൈസർ പറഞ്ഞു. ദെൻ നമ്മൾ പറയുന്നത് രാസവളം, കെമിക്കൽ ഫെർട്ടിലൈസർ പറഞ്ഞു. നമ്മുടെ സോയിലുള്ള മണ്ണിലുള്ള ഈ ജീവികളെ എല്ലാം നശിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത് അല്ലെ. ഇനി പച്ചയില വളം. പച്ചയില വളം അധികം രാസവളത്തിന്റെ അത്രയ്ക്ക് ദോഷമുള്ളതല്ല അല്ലെ. ഏതൊക്കെയാണ് നമ്മൾ സാധാരണ വേപ്പ്, അതുപോലെ തന്നെ ശീമക്കൊന്ന, ഇങ്ങനെയുള്ളതൊക്കെ അതിന്റെ ഒരു മിക്സ് ആയിട്ടൊക്കെ നമുക്ക് പച്ചയില വെള്ളത്തില് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം മണ്ണിനെ കുറിച്ച് നോക്കി, മണ്ണിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് നോക്കി, അതുപോലെ തന്നെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികൾ അവ എങ്ങനെയാണ് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നൊക്കെ നോക്കി അല്ലെ. അപ്പൊ ഈ സൂക്ഷ്മ ജീവികളുടെ ജീർണന പ്രവർത്തനം മൂലം സസ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പ്രധാന 3 വളങ്ങളെ കുറിച്ചൊക്കെ നോക്കി അല്ലെ. അപ്പോ ഇനി നാം പഠിക്കാൻ പോകുന്നത് ഒരു വളം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും അത് കേട്ടിരിക്കില്ല, നമ്മൾ ആദ്യമായിട്ടായിരിക്കും അത് പഠിക്കാൻ പോകുന്നത്. എല്ലാരും അപ്പൊ ബുക്കിൽ എഴുതി വെക്കുക, ജീവാണുവളം. എന്താണ് ജീവാണുവളം അഥവാ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്നാണ് പറയുന്നത്. ഓക്കെ, ജീവാണുവളം കേട്ടോ, ജീവാണുവളം. അപ്പൊ എന്താണ് ജീവാണുവളം? ഈ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ജീവാണുവളം? സൂക്ഷ്മ ജീവികൾ ഉള്ള വളം അഥവാ സൂക്ഷ്മ ജീവികൾ ഉള്ള പദാർത്ഥം, അവയാണ് നാം ജീവാണുവളം അഥവാ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവാണുവളത്തില് ഏതൊക്കെ സൂക്ഷ്മ ജീവികളായിരിക്കും ഉണ്ടാകുക? അവ ഈ നൈട്രജൻ ഫിക്സ് ചെയ്ത് ഈ സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സൂക്ഷ്മ ജീവികളാണ് ഈ ജീവവളത്തിൽ ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ? നോക്കാം അല്ലെ. ഏതെല്ലാം സൂക്ഷ്മ ജീവികളാണെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? റൈസോബിയം ഉണ്ട്, പിന്നെ അസിറ്റോബാക്ടർ ഉണ്ട്, പിന്നെ അസോസ്പൈറിലം ഉണ്ട്, അസോള അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ ജലസസ്യം. ഇവയെല്ലാം നമ്മുടെ ഈ ജീവാണുവളത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വളം മണ്ണിലേക്ക് കൊടുക്കുന്നതിന് മുൻപ്, അതായത് ഈ ജീവാണുവളം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ഈ ജീവാണുവളം അഥവാ മൈക്രോബിയൽ ഫെർട്ടിലൈസർ മണ്ണിലേക്ക് ചേർക്കുന്നതിന് മുൻപ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കൂ. എല്ലാവരും എഴുതിയോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ജൈവവളത്തിന്റെ ലഭ്യത അല്ലെ. ജൈവവളത്തിന്റെ ലഭ്യത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തെ എന്തായിരിക്കും? ജലസൗകര്യം അല്ലെ, അതായത് ജലസേചനത്തിന്റെ സൗകര്യം അല്ലെ, അതും നമ്മൾ നോക്കേണ്ടതുണ്ട്. 3, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതാണ്? രാസവളമോ രാസ കീടനാശിനിയോ ഉപയോഗിക്കരുത് അല്ലെ. നമ്മൾ ഒരിക്കലും ജീവാണുവളം കൊടുക്കുമ്പോ രാസ കീടനാശിനി ആയിക്കോട്ടെ രാസവളം ആയിക്കോട്ടെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടുന്നതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു ചുരുക്കി നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഏറ്റവും കൃഷിയുടെ പ്രധാന ഘടകമായ മണ്ണിനെ കുറിച്ചാണ് പഠിച്ചത്.
മണ്ണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് പറഞ്ഞെത്തിയത്? കാർഷിക മേഖലയിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? കൃഷിയെ ശാസ്ത്രീയമായി സമീപിക്കുക തന്നെ വേണം. അങ്ങനെയാണ് നമ്മൾ മണ്ണിലേക്ക് എത്തിയത് അല്ലെ. അപ്പൊ മണ്ണെന്ന് പറയുന്നത് കൃഷിയുടെ പ്രധാന അടിസ്ഥാന ഘടകമാണ്. ഓക്കെ, ഇനി മണ്ണിലുള്ള മൂലകങ്ങൾ അഥവാ എലമെന്റ്സിനെയാണ് നമ്മള് പോഷക ഘടകങ്ങൾ അഥവാ മൂലകങ്ങൾ, എലമെന്റ്സ് എന്നൊക്കെ പറയും. അവയാണ് സസ്യ വളർച്ചയ്ക്ക് വളരെയധികം ആവശ്യമുള്ളത്. അപ്പോൾ ആവശ്യമുള്ള മൂലകങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത മൂലകങ്ങളുണ്ട്. ആ ആവശ്യമുള്ള മൂലകങ്ങളെ നമ്മൾ അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നു. അവ രണ്ടു വിധത്തിലുണ്ട്. അതിന്റെ അളവ് അനുസരിച്ചിട്ടാണ് നാം ഇത് തരം തിരിച്ചിരിക്കുന്നത്. അവശ്യ മൂലകങ്ങൾ മൈക്രോ ആണെങ്കിൽ കുറഞ്ഞ അളവിൽ മതി അല്ലെ. അതിന് മാംഗനീസ്, സിങ്ക്, ബോറോൺ ഇവയാണ് ഉദാഹരണം. ഇനി മാക്രോ മൂലകങ്ങളാണെങ്കിൽ അല്ലെ കൂടുതൽ അളവിൽ വേണ്ടതാണ്. നമുക്കറിയാം മാക്രോ മീൻസ് കൂടുതൽ അല്ലെ. അപ്പൊ അതിലാണ് നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും കാർബണും ഹൈഡ്രജനും എല്ലാ ഉദാഹരണങ്ങളും വരുന്നത്. അതിന് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ സോയിൽ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെ കുറിച്ച് പറയുണ്ടായി. അതായത് ഏതെല്ലാം മൂലകങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനും മണ്ണിന്റെ pH എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടി അമ്ല സ്വഭാവമാണോ ക്ഷാര സ്വഭാവമാണോ എന്നൊക്കെ അറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് നിർദ്ദേശങ്ങൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഈ സോയിൽ ടെസ്റ്റ് അഥവാ നമ്മൾ ഈ മണ്ണ് പരിശോധനയുടെ കാര്യം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു നിർത്തിയത് വളത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 3 തരം ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വളങ്ങൾ ഉണ്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? ജൈവവളം ഉണ്ട്, രാസവളം ഉണ്ട്, പച്ചില വളങ്ങളുണ്ട്. നമ്മൾ അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞു. അവസാനമായി നമ്മൾ പ്രധാനമായും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു നിർത്തിയത് ജീവാണുവളം അല്ലെ. ജീവാണുവളം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? മണ്ണിൽ സൂക്ഷ്മ ജീവികൾ ഇല്ലെങ്കിൽ നാം ജീവാണുവളം ഉപയോഗിക്കുന്നു അല്ലെ. അതിൽ എന്തൊക്കെയാണ്? സൂക്ഷ്മ ജീവികൾ അടങ്ങുന്ന വളം അഥവാ പദാർത്ഥം, അതിനെയാണ് നമ്മൾ ജീവാണുവളം എന്ന് പറയുന്നത്. അപ്പോ അതിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്നത് പല ബാക്ടീരിയകൾ അല്ലെ. അസിറ്റോബാക്ടർ ഉണ്ട്, പിന്നെ നമ്മുടെ ജലസസ്യമായ അസോളി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ടീച്ചർ ഹോംവർക്ക് ചെയ്യട്ടെ. വളപ്രയോഗം കൂടുതലായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് ഒരു കുറിപ്പായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. ഉദാഹരണം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ് അല്ലെ, അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളെ പോലും, ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ ജീവികളെ പോലും ഈ വളം ഉപയോഗിക്കുന്നത് കൊണ്ട് അത് നശിപ്പിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെ ഇതൊരു ഉദാഹരണമാണ്. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിനൊക്കെ കാരണമല്ലേ. അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾ ഒരു കുറിപ്പായിട്ട് എഴുതിക്കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മളിപ്പോ ഫെർട്ടിലൈസേഴ്സിനെ പറഞ്ഞു നിർത്തി. ഇനി കീടനിയന്ത്രണങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, കീടനിയന്ത്രണത്തെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ താങ്ക് യു.